നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് അത് വൈകുകയാണ് എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാവുകയാണ്. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് വൈകും. SIT റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം DGP മടക്കി അയച്ചിരുന്നു. റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിലെ വ്യക്തതയ്ക്കായി തുടരന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ ആ റിപ്പോർട്ട് മടക്കി അയക്കുന്ന സാഹചര്യം ഉണ്ടായത്. SITയോട് DGP ചോദിച്ചത് 5 സംശയങ്ങളാണ്. ഈ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലൊരു വ്യക്തത വേണം എന്നൊരു നിർദ്ദേശവും കൂടി മുന്നോട്ട് വെച്ചാണ് DGP ഈ റിപ്പോർട്ട് മടക്കിയത്. ഇക്കാര്യങ്ങളടക്കം SIT തുടരന്വേഷണം നടത്താനുള്ള നീക്കമാണ് നിലവിൽ നടത്തുന്നത്. DGPയെ തീരുമാനിക്കാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി 20-ാം തീയതി യോഗം ചേരുകയാണ്. തുടർ അന്വേഷണത്തിന് SITക്ക് കൂടുതൽ സമയം എടുക്കുമെന്നതിനാൽ അതിനു മുൻപ് റിപ്പോർട്ട് വരാനുള്ള സാധ്യതയും കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത് വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 23-നാണ് കേസ് അട്ടിമറിയിൽ അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന SP ഷൗക്കത്ത് അലി അധ്യക്ഷനായ SIT റിപ്പോർട്ട് DGPക്ക് കൈമാറിയത്. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെ രക്ഷിക്കാൻ അണിയറയിൽ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഒരു വശത്ത് ശക്തമാണ്. അതിനിടയിലാണ് DGP റവാഡ ചന്ദ്രശേഖർ ഈ റിപ്പോർട്ടിൽ 5 സംശയങ്ങൾ ഉന്നയിച്ച് റിപ്പോർട്ട് മടക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. ഇത് ഇത്തരം ആരോപണങ്ങളെ ശക്തമാക്കുകയാണ്. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സമർപ്പിച്ച റിപ്പോർട്ട് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് വ്യക്തത വേണമെന്ന് ചൂണ്ടിക്കാട്ടി മടക്കി അയച്ചിരിക്കുന്നത്. വ്യക്തത വേണ്ട ഭാഗങ്ങൾ എടുത്തു ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരണം DGP ചോദിച്ചിരിക്കുന്നത്. അതേസമയം എത്രയും വേഗം തുടരന്വേഷണം നടത്തി ഈ ഒരു റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ SITക്ക് മുന്നിൽ ഉള്ളത്. അതേസമയം ഈ വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അതായത് MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ സാങ്കേതികവാദമാണ് ഒരു ന്യായീകരണമായി മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. റിപ്പോർട്ട് DGPക്ക് മുന്നിലാണെന്നും സർക്കാരിന് മുന്നിൽ എത്തിയില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മാത്രമല്ല നടപടിക്രമം തീരണം, എത്രയും വേഗത്തിൽ തീർക്കണം എന്ന ഒരു നിർദ്ദേശവും കൂടി വിശദീകരണവും കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. SIT അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടും നടപടി വൈകുന്നു എന്ന റിപ്പോർട്ടുകളിൽ മാധ്യമങ്ങളെ പഴിച്ച മുഖ്യമന്ത്രി നടപടിയെടുക്കുമ്പോൾ അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. അതായത് ഇപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, എന്തെങ്കിലും നടപടിയാകുമ്പോൾ അറിയിക്കാം എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം ഈ വിഷയത്തിൽ മേൽ. SIT റിപ്പോർട്ട് നിലവിൽ DGPക്ക് മുന്നിലാണുള്ളതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കിട്ടാത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നടപടിയെടുക്കാനാകില്ല എന്നും VD സതീശൻ പറഞ്ഞു. MR അജിത് കുമാറിന്റെ കേസിൽ പല കാരണം കൊണ്ടും പലർക്കും പല ധൃതിയുണ്ടാകുമെന്നും VD സതീശൻ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ നടപടിക്രമം തീരണം. അജിത് കുമാറിനെതിരെ നടപടി എടുക്കേണ്ടത് മാധ്യമങ്ങളല്ല എന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ നടപടി എടുക്കുമ്പോൾ മാത്രം കാര്യങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതി എന്നുമാണ് മുഖ്യമന്ത്രി VD സതീശൻ ഈ വിഷയത്തിന്മേൽ ഇന്ന് പ്രതികരിച്ചത്. നവകേരള സദസ്സിനിടെ കറുത്ത കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഈ സംഭവത്തിൽ പ്രതികളായ ഗൺമാൻമാരെ രക്ഷിക്കാൻ ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ വെച്ച് കേസ് ഡയറി തിരുത്തുകയും വ്യാജരേഖകൾ ചമയ്ക്കുകയും ചെയ്തു എന്നതാണ് കേസ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇത് കണ്ടെത്തുകയുണ്ടായി. മാത്രമല്ല ഈ കേസിലെ ആരോപണ വിധേയരടക്കം അത്തരത്തിലൊരു പ്രതികരണം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു മൊഴി നൽകുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെ മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. ADGPക്കെതിരായ നടപടിയിൽ നിയമപരമായ പോരായ്മകൾ ഉണ്ടാകാതിരിക്കാൻ നിലവിൽ DGP വിശദമായ നിയമോപദേശവും കൂടി തേടിയിരിക്കുകയാണ്. അതേസമയം SITക്ക് നേതൃത്വം നൽകിയ SP സ്ഥലം മാറി. UDF സർക്കാർ അധികാരത്തിലേറി ആദ്യ യോഗത്തിലാണ് പ്രത്യേക സംഘം രൂപവൽക്കരിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ഒരു നിർദ്ദേശം. SIT വേഗത്തിൽ അന്വേഷണം നടത്തി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 5 സുരക്ഷാ ജീവനക്കാർക്കെതിരെ ആദ്യം റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ, കേസ് ആദ്യം അന്വേഷിച്ച 3 ഉദ്യോഗസ്ഥർ, ADGP ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ എന്നിവർക്ക് കേസ് അട്ടിമറിയിൽ പങ്കുണ്ടെന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്തത് വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയുണ്ടായി. ADGP അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം കിട്ടാനുള്ള ഒളിച്ചുകളി, ഒരു വലിയ രീതിയിലുള്ള കളികൾ അരങ്ങേറുന്നു എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ ഒരു വശത്ത് ശക്തമാണ്. റിപ്പോർട്ട് മടക്കിയതുൾപ്പെടെ ചോദ്യങ്ങളോട് ബുധനാഴ്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടില്ല. ഇതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം എന്താണ് DGP റവാഡ ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പറയുന്നതെന്ന് നോക്കാം. അതായത് കേസ് ഡയറി
അദ്ദേഹം തിരുത്തിയെന്ന് പറയപ്പെടുന്ന സമയത്ത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന MR അജിത് കുമാർ വയനാട്ടിലായിരുന്നുവെന്നും അതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്നുമാണ് DGP റവാഡ ചന്ദ്രശേഖർ പറയുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ADGP വയനാട്ടിലായിരുന്നപ്പോഴാണ് ADGPയുടെ ഓഫീസിൽ വെച്ച് കേസ് ഡയറി തിരുത്തിച്ചതെന്ന മൊഴിയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും DGP SITയോട് നിർദ്ദേശിച്ചു. വ്യക്തത വരുത്തിയില്ലെങ്കിൽ കേസ് ഡയറി തിരുത്തിയെന്ന ആക്ഷേപത്തിൽ അജിത് കുമാറിന്റെ നേരിട്ടുള്ള പങ്ക് വ്യക്തമാകാത്ത സാഹചര്യം. ഉന്നത ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കും മുൻപ് പഴുതടച്ച റിപ്പോർട്ട് വേണമെന്നാണ് DGP ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന അജിത് കുമാർ വയനാട് ഡ്യൂട്ടിയിലായിരുന്നപ്പോഴും കേസ് ഡയറി തിരുത്താൻ നിരന്തരം നിർബന്ധിച്ചിരുന്നുവെന്നാണ് കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുൾപ്പെടെ മൊഴി നൽകിയിട്ടുള്ളത്. കേസ് ഡയറി തിരുത്തിക്കാൻ മാത്രം ADGP തന്റെ ഓഫീസിൽ എത്തിയെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരും SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ഈ ആക്രമണത്തിനിരയായ ഒരാൾ ഇപ്പോൾ MLA ആണ്, AD തോമസ് MLA. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് AD തോമസ് പ്രതികരിച്ചു. എന്നാൽ മർദ്ദിച്ച ഗൺമാന്മാരോട് വ്യക്തിപരമായ വിരോധമില്ല എന്നും നേരിട്ട് കണ്ടാൽ പരിചയം പുതുക്കുമെന്നതടക്കമുള്ള ഒരു പ്രതികരണം നേരത്തെ AD തോമസ് നടത്തിയിരുന്നു. നവകേരള യാത്രയിലെ മർദ്ദന കേസ്, അതിൽ പ്രതികളായ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ സസ്പെൻഡ് ചെയ്തേക്കുമെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു നിയുക്ത MLA ആയിട്ട് അദ്ദേഹം സ്ഥാനമേറ്റതിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അതായത് അവരോട് യാതൊരു ദേഷ്യവുമില്ല, അവരെ കണ്ടാൽ ചായ കുടിക്കും, അവർ പരിചയം പുതുക്കും എന്നടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു AD തോമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ട് മടക്കി അയച്ചിരിക്കുന്നു. റിപ്പോർട്ട് മുന്നിൽ വന്നാൽ ഉറപ്പായിട്ടും, അതായത് ഇതിന് പിന്നിൽ കളിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ നേരത്തെ നടത്തിയത്. പക്ഷേ റിപ്പോർട്ട് അവരുടെ മുന്നിലേക്ക് എത്തുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം. റിപ്പോർട്ട് വൈകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 സംശയങ്ങൾ നിരത്തി DGP റിപ്പോർട്ട് മടക്കിയിരിക്കുകയാണ്. ഇനി 5 സംശയങ്ങളുമേൽ വിശദമായ അന്വേഷണം നടത്തി വീണ്ടും റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.